വിജാതീയ പാരമ്പര്യമാണെങ്കിൽ പോലും യഹൂദന്മാരുടെ ഒരു സിനഗോഗ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പുഴവക്കത്തിരുന്നു കൊണ്ട് അവൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ തയ്യാറായത്. അതെ, പൗലോസിന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. അതുകൊണ്ട് അവൾ മാത്രമല്ല, അവളുടെ ഹൃദയം തുറന്നപ്പോൾ അവളുടെ കുടുംബത്തെ കൂടെ ദൈവം വിടുവിക്കുകയാണ്. ആസിയിലെ വചനം ശുശ്രൂഷയ്ക്കകത്ത് നടക്കേണ്ട അത്ഭുതങ്ങൾ ഇവരിരുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അവൾ മാത്രമല്ല, അവളുടെ കുടുംബം, വലിയ ബിസിനസ്സുകാരിയായി അവരുടെ വീട്ടിലെ ജോലിക്കാർ ഒക്കെ ആ വാക്കുകൾ കേട്ട് അവർ സ്നാനപ്പെടുവാനിടയായി. അതെ, തുയതൈര പട്ടണം എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയാണ്. പർപ്പിൾ തുണികൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ്. അവർ റോയലായ ഡ്രസ്സുകൾ വിൽക്കുന്ന സ്ത്രീയാണെങ്കിലും അവൾക്ക് അതിനേക്കാൾ റോയലായ സുവിശേഷം അവരുടെ അകത്തെത്തി. നമ്മുടെ ഏറ്റവും വില കൂടിയതൊന്നും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലുതല്ല കേട്ടോ. നമ്മൾ ഉന്നതമായ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ യഥാർത്ഥമായ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ നാം ചെയ്യുന്നതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ വില കൂടിയതല്ല. നാം കാണുന്ന വിലയേറിയതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ എത്ര റോയലായ കാര്യങ്ങൾ അവൾ ചെയ്യുന്നെങ്കിലും അതിലും വലുതാണ് അവരുടെ അകത്ത് അത്യന്ത ശക്തിയുടെ സുവിശേഷം കയറാൻ ദൈവം കൃപ ചെയ്തത്. പൗലോസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭക്തയായ സ്ത്രീക്ക് വേണ്ടതുപോലെ അന്നുവരെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ഹൃദയം തുറക്കുവാൻ കർത്താവ് കരുണ കാണിച്ചു. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഭക്തരായിരിക്കാം, നിങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ നിൽക്കുന്ന പള്ളികളിലോ നിങ്ങൾ നിൽക്കുന്ന ആരാധനാലയങ്ങളിലൊക്കെ നിങ്ങൾ വളരെ ഭക്തിയോടെ ജീവിക്കുന്നയാളായിരിക്കാം. പക്ഷെ യഥാർത്ഥമായി നിങ്ങളുടെ ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ സുവിശേഷം അകത്തേക്ക് കയറുന്നില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ല. ഒരു കാലത്ത് ഞങ്ങളാൽ കഴിയുന്നിടത്തോളം ദർശകാഴ്ചകൾക്ക് വേണ്ടി, വിഗ്രഹാരാധനകൾക്ക് വേണ്ടി, അന്ധമായ ആചാരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തവരാണ്. എന്നാൽ അവിടെയൊന്നും ലഭിക്കാത്ത നിത്യമായ സന്തോഷവും ദൈവിക സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞപ്പോൾ ഞങ്ങൾക്കാരും പറഞ്ഞു ല്ല, ഞങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ വചനമായ ബൈബിൾ ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ ഈ ലോകത്തിലെ വില കൂടിയതിനെയെല്ലാം ചവറെന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവദാസിമാരെ, സഹോദരിമാരെ, അഭിഷിക്തന്മാരെ, അല്ല സാധാരണക്കാരായ നിങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നവരായിരിക്കാം, ഭൗതികമായ ഏതെങ്കിലും മേഖലകളിലൊക്കെ നിങ്ങൾ ഉന്നത നിലവാരം പുലർത്തുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഹൃദയം കർത്താവ് തുറക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഭൂമിയിൽ വെച്ച് അവസാനിക്കും. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രയെന്ന് ബൈബിൾ പറയുന്നു.